ആ ഇതുണ്ട്. ആ എന്താ ഹരി? സാറേ, ഇവിടെ ലോൺ കൊടുക്കുന്ന സ്ഥലമല്ലേ സാറേ? ഇവിടെ ഏതിനൊക്കെയാ ലോൺ കൊടുക്കുന്നത്? ഇവിടെ സാധാരണ മാട്ടിനെ വളർത്താൻ കൊടുക്കും, ആടിനെ വളർത്താൻ കൊടുക്കും, പോത്തിനെ വളർത്താൻ കൊടുക്കും, മത്സ്യത്തെ വരെ വളർത്താൻ കൊടുക്കും. അതെ, നിങ്ങൾക്ക് എന്ത് വളർത്താനാ ലോൺ വേണ്ടേ? സാറേ, എനിക്ക് 4 മക്കളാണ്. അവരെ വളർത്താൻ വേണ്ടി എനിക്ക് ലോൺ വേണ്ടത്. പിന്നെ തവളെ വളർത്താന്, പോത്തിനെ വളർത്താന്, പിന്നെ മീൻ വളർത്താന് എല്ലാത്തിലും നമ്മൾ ലോൺ കൊടുക്കും. പക്ഷേ ഈ മക്കളെ വളർത്താനുള്ള ലോണേ ഇതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. പിന്നെ അഥവാ ഇനി ബാങ്ക് എങ്ങാണ്ട് അങ്ങനെ തീരുമാനമെടുത്ത് മക്കളെ വളർത്താൻ ലോൺ കൊടുക്കണം എന്ന് വരികയാണെങ്കിലേ നിങ്ങളെ അറിയിക്കാം, പേപ്പറിലൊക്കെ കാണും. അപ്പൊ വന്നാൽ പോരെ, ഇപ്പൊ തരാം. ഇപ്പൊ മക്കളെ വളർത്താനുള്ള ലോൺ ബാങ്ക് കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല. ഓക്കെ, മനസ്സിലായോ? ആ നമസ്കാരം സാറേ. നിങ്ങൾ 2-3 ദിവസം മുമ്പ് വന്നിട്ട് പോയ ആളല്ലേ? ഞാൻ പറഞ്ഞ പേപ്പർ കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നോ? പറഞ്ഞ പേപ്പർ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ ഈ പശുവിന് വേണ്ടിയാണോ ആടിന് വേണ്ടിയാണോ ലോൺ ചോദിച്ചത്? അതെ സാർ, പശുവിന് വേണ്ടിയാണ് ഞാൻ ലോൺ ചോദിച്ചത്. കുറച്ച് നാളായിട്ട് ഇവിടെ കയറി ഇറങ്ങുമോ? നിങ്ങൾക്ക് എത്ര രൂപ ലോൺ വേണ്ടത്? 50,000. 50,000. ഓ ഓ, പശുവിനൊക്കെ നോക്കി വെച്ചിട്ടുണ്ടോ? ഉണ്ട് സാറേ, വില പറഞ്ഞെല്ലാം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അത് കണ്ടായിരുന്നോ? അതിന് അസുഖം കുളമ്പിന്റെ അസുഖം എന്നുള്ളതല്ലോ, കുളമ്പുരോഗം അല്ലല്ലോ. ആ, നാടൻ പശുവാണോ അതോ കൂടി പശുക്കളാണോ? കുഴപ്പമില്ല, നാടൻ പശുവാണ്. നാടൻ പശുവാ. ആ ശരി. ലോണേ കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 15% സബ്സിഡി നിങ്ങൾക്ക് കിട്ടും. അത് ഞങ്ങളുടെ ബാങ്കിന്റെ പുതിയൊരു തീരുമാനം. അത് വാർഡ് മെമ്പർ പറഞ്ഞായിരുന്നു. പിന്നെ അപേക്ഷാ ഫോം, ആധാറിന്റെ ഒരു കോപ്പി, പിന്നെ 2 ഫോട്ടോ, 2 സാക്ഷി ഒപ്പിട്ടത്, ഇത്രയും സാധനം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ അതെല്ലാം കൊണ്ട് വന്നിട്ടുണ്ടല്ലോ? എല്ലാം ഉണ്ട് സാർ. അപേക്ഷാ ഫോം, ഫോട്ടോ കൊണ്ടുവന്നില്ലേ? ഉണ്ട് സാർ, 2 ഫോട്ടോ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോട്ടോ? അതെ സാർ. അപ്പൊ ആധാർ കാർഡിന്റെ കൂടെ ഉള്ള ഫോട്ടോ ഇതാണ് അല്ലേ? എന്തുവാടോ ഇത്? ഇതാണ് കഷ്ടപ്പെട്ട 2 ഫോട്ടോ. തന്റെ ഫോട്ടോ ചോദിച്ചാ പശുവിന്റെ ഫോട്ടോ അവിടെ കൊണ്ടുവരുന്നത്.